Good morning, students. Welcome back to English classroom. Today we are going to learn about the last part of the story Cinderella. So take the page number 47. The search. അന്വേഷണം. എന്താണ് അന്വേഷിക്കുന്നത്? സിൻഡ്രല്ല എന്ന് പറയുന്ന ഈ കഥയുടെ അവസാന ഭാഗത്താണ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതുവരെ നമ്മുടെ കഥയുടെ ആദ്യ ഭാഗങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കഥ തുടരാം. The prince became very sad when Cinderella left him. His servants brought him the glass shoe that Cinderella had left in the room. He wanted to find out the beautiful girl who had danced with him. The next day, he sent messengers to announce that the prince would visit every home to find out the lady. This news excited the ladies. The two stepsisters were very glad because they had pretty feet. They put on their best clothes and waited for the prince. But Cinderella didn't have any good clothes. The prince became very sad when Cinderella left him. Cinderella നമ്മുടെ രാജകുമാരനെ വിട്ടുപോയപ്പോൾ അദ്ദേഹത്തിന് വളരെ സങ്കടം തോന്നി. ഹിസ് സെർവൻസ്, അദ്ദേഹത്തിൻ്റെ പരിചാരകർ, ബ്രോട്ട് ഹിം, അദ്ദേഹത്തിന് കൊണ്ടുകൊടുത്തു ദ ഗ്ലാസ് ഷൂ ദാറ്റ് സിൻഡ്രല്ല ഹാഡ് ലെഫ്റ്റ് ഇൻ ദ റൂം. ആ നൃത്ത വിരുന്ന് നടന്നിരുന്ന ആ വലിയ ഹാളിൽ നമ്മുടെ സിൻഡ്രല്ല ഉപേക്ഷിച്ചു പോയ, മറന്നിട്ട് പോയ ആ ഗ്ലാസ് ഷൂ അത് അദ്ദേഹത്തിന് കൊണ്ടുപോയി കൊടുത്തു. He wanted to find out the beautiful girl who had danced with him. He wanted, അദ്ദേഹം ആവശ്യപ്പെട്ടു to find out the beautiful girl. ഈ വളരെ സുന്ദരിയായ ഈ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ തനിക്ക് വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. who had danced with him, അദ്ദേഹത്തോടു കൂടി നൃത്തം ചെയ്ത ആ സുന്ദരിയായ പെൺകുട്ടിയെ തനിക്ക് വേണമെന്ന് അദ്ദേഹം പറഞ്ഞു. The next day, അടുത്ത ദിവസം, he sent messengers to announce that, അടുത്ത ദിവസം സന്ദേശവാഹകരെ ഒരു കാര്യം അനൗൺസ് ചെയ്യാൻ, പുറപ്പെടുവിക്കാൻ, വിളംബരം ചെയ്യാൻ വേണ്ടി പറഞ്ഞയച്ചു. എന്താണ് വിളംബരം ചെയ്യാൻ പറഞ്ഞത്? that the prince would visit every home. നമ്മുടെ രാജകുമാരൻ എല്ലാ വീടുകളും സന്ദർശിക്കുന്നുണ്ട് എന്ന കാര്യം. to find out the lady, ഈ പെൺകുട്ടിയെ കണ്ടുപിടിക്കാൻ വേണ്ടി. This news excited the ladies. ഈ വിവരം എല്ലാ പെൺകുട്ടികളെയും ആവേശഭരിതരാക്കി. The two stepsisters were very glad. നമ്മുടെ സിൻഡ്രല്ലയുടെ സഹോദരിമാരും വളരെ സന്തോഷമുള്ളവരായി. ബിക്കോസ്, കാരണം എന്താണ്? they had pretty feet. അവർക്ക് വളരെ സുന്ദരമായ കാലുകളാണുള്ളത്. they put on their best clothes. അവരുടെ ഏറ്റവും നല്ല വസ്ത്രങ്ങൾ ധരിച്ചു. and waited for the prince. എന്നിട്ട് നമ്മുടെ രാജകുമാരനെ കാത്തിരുന്നു. but Cinderella didn't have any good clothes. പക്ഷേ നമ്മുടെ സിൻഡ്രല്ലക്ക് വളരെ നല്ല വസ്ത്രങ്ങളൊന്നും ഇല്ലായിരുന്നു. ഈ പോയിന്റിൽ ഒരു ചോദ്യം, 12ാമത്തെ ചോദ്യം, the 12th question. This news excited the ladies. ഈ വാർത്ത അവിടെയുള്ള പെൺകുട്ടികളെ ആവേശഭരിതരാക്കി. What is the news refer to? ഇവിടെ പരാമർശിക്കപ്പെടുന്ന വാർത്ത അത് എന്താണ് നമ്മുടെ ഈ കഥയിൽ ഇവിടെ പെൺകുട്ടികളെ ആവേശഭരിതരാക്കിയ വാർത്ത എന്താണ്? the news that the prince would visit every home to find out the lady. അല്ലേ? അതായത് നമ്മുടെ പെൺകുട്ടിയെ, സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടെത്താൻ വേണ്ടി എല്ലാ വീടുകളിലും നമ്മുടെ രാജകുമാരൻ സന്ദർശിക്കുന്നുണ്ട് എന്ന വാർത്ത, ആ വാർത്ത വിളംബരം ചെയ്തതാണ്. ആ വാർത്തയാണ് നമ്മുടെ പെൺകുട്ടികളെ വളരെ ആവേശഭരിതരാക്കിയത്. The prince visited every house. He invited girls to try on the shoe. Cinderella had left in the ballroom. The girls tried it on.
but it did not fit any one of them. Finally, the prince reached the Cinderella's house. The eldest stepsister went to her room to try on the shoe, and her mother stood by. But she could not get her big toe into it, for the shoe was too small. Then her mother handed her a knife and said, "Cut the toe off, for when you are a queen, you will never have to go on foot." So the girl cut off her toe, squeezed her foot into the shoe. She concealed her pain and went down to the prince. The prince looked at her shoe and saw blood flowing under it. The prince visited every house. നമ്മുടെ രാജകുമാരൻ എല്ലാ വീടുകളിലും സന്ദർശനം നടത്തി. He invited girls. അദ്ദേഹം പെൺകുട്ടികളെ ക്ഷണിച്ചു. To try on the shoe. Try on എന്ന് പറഞ്ഞാൽ അളവ് നോക്കുക, ചേർച്ച നോക്കുക എന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കളഞ്ഞു കിട്ടിയ ആ ഗ്ലാസ് ഷൂവിലേക്ക് ചേർച്ചയുള്ള കാലേതാണ് എന്നാണ് അദ്ദേഹം നോക്കുന്നത്. സിൻഡ്രല്ല ഹാഡ് ലെഫ്റ്റ് ഇൻ ദ ബോൾ റൂം. സിൻഡ്രല്ല ആ ബോൾ റൂമിൽ മറന്നു വെച്ച് പോയ ഗ്ലാസ് ഷൂ ആണ് അദ്ദേഹം, അതിനോട് യോജിച്ച കാലുകളാണ് അദ്ദേഹം നോക്കുന്നത്. ദ ഗേൾസ് ട്രൈഡ് ഇറ്റ് ഓൺ. പെൺകുട്ടികളൊക്കെ അത് പാകം നോക്കി. ബട്ട് ഇറ്റ് ഡിഡ് നോട്ട് ഫിറ്റ് എനി വൺ ഓഫ് ദം. പക്ഷേ അവരിൽ നിന്ന് ആർക്കും തന്നെ ആ ഷൂവ് ഫിറ്റല്ലായിരുന്നു, പാകമല്ലായിരുന്നു, യോജിച്ചതല്ലായിരുന്നു. ഫൈനലി, അവസാനം ദ പ്രിൻസ് റീച്ച്ഡ് സിൻഡ്രല്ലാസ് ഹൗസ്. അവസാനം നമ്മുടെ രാജകുമാരൻ സിൻഡ്രല്ലയുടെ വീട്ടിലെത്തി. ദ എൽഡസ്റ്റ് സ്റ്റെപ്പ് സിസ്റ്റർ, അവരിൽ നിന്ന് ഏറ്റവും മൂത്ത സഹോദരി, വെൻ ടു ഹെർ റൂം, അവൾ അവളുടെ റൂമിലേക്ക് പോയി. ടു ട്രൈ ഓൺ ദ ഷൂ, ഈ ഷൂ പാകം നോക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഹെർ മദർ സ്റ്റുഡ് ബൈ, അവളുടെ കൂടെ അവളുടെ അമ്മയും പോയി. ബട്ട് ഷീ കുഡ് നോട്ട് ഗെറ്റ് ഹെർ ബിഗ് ടോ ഇൻ ടു ഇറ്റ്. പക്ഷേ അവളുടെ ആ വലിയ വിരലുകളുള്ള കാൽവിരലുകളുള്ള അവൾക്ക് അവളുടെ കാലുകൾ അതിനുള്ളിലേക്ക് കയറ്റാൻ സാധിച്ചില്ല. ബട്ട് ഷീ കുഡ് നോട്ട് ഗെറ്റ് ഹെർ ബിഗ് ടോ ഇൻ ടു ഇറ്റ്. അവളുടെ ആ വളരെ വലിയ കാൽവിരലുകളുള്ള ആ ഭാഗം ഷൂവിനുള്ളിലേക്ക് കയറ്റാൻ അവൾക്ക് കഴിഞ്ഞില്ല. ഫോർ ദ ഷൂ വാസ് ടു സ്മോൾ. ആ ഷൂ വളരെ ചെറുതായിരുന്നു. ദെൻ ഹെർ മദർ ഹാൻഡഡ് ഹെർ എ നൈഫ്. അപ്പോൾ അവളുടെ അമ്മ അവൾക്കൊരു കത്തി കൊടുത്തു. ആൻഡ് സെഡ്, എന്നിട്ട് പറഞ്ഞു, കട്ട് ദ ടോ ഓഫ്, നിന്റെ വിരലുകൾ മുറിച്ച് കളയുക. ഫോർ വെൻ യു ആർ എ ക്വീൻ, നീ ഒരു രാജ്ഞിയാകുന്ന സമയത്ത്, യു വിൽ നെവർ ഹാവ് ടു ഗോ ഓൺ ഫുട്ട്. യു വിൽ നെവർ ഹാവ് ടു ഗോ ഓൺ ഫുട്ട്. നിനക്ക് നടന്ന് കാൽനടയായി നടക്കേണ്ട ആവശ്യമുണ്ടാവില്ല എന്ന്. സോ ദ ഗേൾ കട്ട് ഓഫ് ഹെർ ടോ. അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി അവളുടെ വിരലുകൾ മുറിച്ച് കളഞ്ഞു. സ്ക്വീസ്ഡ് ഹെർ ഫുട്ട് ഇൻ ടു ദ ഷൂ. എന്നിട്ട് ആ ഷൂവിലേക്ക് അവളുടെ കാല് തിരികെ കയറ്റി. ഷീ കൺസീൽഡ് ഹെർ പെയിൻ. അവളുടെ വേദന മറച്ചു വെച്ചു. ആൻഡ് വെൻ ഡൗൺ ടു ദ പ്രിൻസ്. എന്നിട്ട് രാജകുമാരൻ്റെ അടുത്തേക്ക് പോയി. ദ പ്രിൻസ് ലുക്ക്ഡ് അറ്റ് ഹെർ ഷൂ. പിന്നെ രാജകുമാരൻ അവളുടെ ഷൂവിലേക്ക് നോക്കി. ആൻഡ് സോ, എന്നിട്ട് പറഞ്ഞു, അദ്ദേഹം കണ്ടു ബ്ലഡ് ഫ്ലോയിങ് അണ്ടർ ഇറ്റ്, അതിനിടയിൽ രക്തം ഒലിക്കുന്നതായിട്ട്. നോട്ട് ദ റൈറ്റ് ബ്രൈഡ് അറ്റ് ഓൾ. ഇത് ശരിയായ വധുവല്ല. ദ പ്രിൻസ് ഷൗട്ടഡ് ഇൻ ആങ്കർ. വളരെ ദേഷ്യത്തോടു കൂടി രാജകുമാരൻ പറഞ്ഞു. ദെൻ ദ അതർ സിസ്റ്റർ ട്രൈഡ് ദ ഷൂ. ഷീ വെന്റ് into her room to do so and got her toes comfortably in, but her heel was too large. Then her mother handed her the knife, saying, cut a piece of your heel. When you are the queen, you will never have to go on foot. So the girl cut off a piece of her heel. So the girl cut off a piece of her heel and thrust her foot into the shoe. The prince looked at her feet and became more angry and shouted, there is blood on your shoe.
The shoe is too small, not the right breed at all. Then the other sister tried the shoe. അപ്പോൾ അടുത്ത സഹോദരി അവൾ ഈ ഷൂ ട്രൈ ചെയ്തു. ഷീ വെൻ ഇൻ ടു ദ റൂം. അവൾ അവളുടെ റൂമിലേക്ക് പോയി ടു ഡു സോ, പാകം നോക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഗോട്ട് ഹർ ടോസ് കംഫർട്ടബിളി ഇൻ. അങ്ങനെ അവളുടെ കാൽവിരലുകൾ വളരെ നല്ല രീതിയിൽ ഷൂവിനുള്ളിലേക്ക് കയറി. ബട്ട് ഹർ ഹീൽ വാസ് ടു ലാർജ്. പക്ഷെ അവളുടെ ഉപ്പൂറ്റി വളരെ വലുതായിരുന്നു. ദെൻ ഹർ മദർ ഹാൻഡഡ് ഹർ ദ നൈഫ്. അപ്പോൾ അവളുടെ അമ്മ അവൾക്ക് കത്തി കൊടുത്തു. സെയിങ്, പറഞ്ഞുകൊണ്ട് എന്താണ് പറയുന്നത്? കട്ട് എ പീസ് ഓഫ് യുവർ ഹീൽ. നിൻ്റെ ഉപ്പൂറ്റിയിൽ നിന്നൊരു ഭാഗം മുറിച്ചു മാറ്റ്. വെൻ യു ആർ ദ ക്വീൻ. നീ ഒരു രാജകുമാരിയാവുകയാണെങ്കിൽ യു വിൽ നെവർ ഹാവ് ടു ഗോ ഓൺ ഫുട്ട്. നിനക്ക് കാൽ നടയായിട്ട് നടക്കേണ്ടി വരില്ല. സോ ദ ഗേൾ കട്ട് ഓഫ് എ പീസ് ഓഫ് ഹർ ഹീൽ. അതുകൊണ്ട് തന്നെ ആ സഹോദരി അവളുടെ ഉപ്പൂറ്റിയുടെ ഭാഗം മുറിച്ചു കളഞ്ഞു. ആൻഡ് ത്രസ്റ്റ് ഹർ ഫുട്ട് ഇൻ ടു ദ ഷൂ. എന്നിട്ട് അവളുടെ കാല് ആ ഷൂവിലേക്ക് തിരികെ കയറ്റി. ദ പ്രിൻസ് ലുക്ക്ഡ് അറ്റ് ഹർ ഫീറ്റ്. നമ്മുടെ രാജകുമാരൻ അവളുടെ കാലിലേക്ക് നോക്കി. ആൻഡ് ബിക്കെയിം മോർ ആംഗ്രി. അദ്ദേഹം കൂടുതൽ രോഷാകുലനായി. ആൻഡ് ഷൗട്ടഡ്. എന്നിട്ട് അദ്ദേഹം ഉറക്കനെ പറഞ്ഞു, ദർ ഇസ് ബ്ലഡ് ഓൺ യുവർ ഷൂ. നിൻ്റെ ഷൂവിൽ രക്തമുണ്ട്. ദ ഷൂ ഈസ് ടു സ്മാൾ. ആ ഷൂ വളരെ ചെറുതാണ്. നോട്ട് ദ റൈറ്റ് ബ്രൈഡ് അറ്റ് ഓൾ. ഇത് ശരിയായ വധുവല്ല. ദെൻ സിൻഡ്രല്ല കെയിം ഫോർവേഡ് ആൻഡ് സെഡ്. അപ്പോൾ സിൻഡ്രല്ല മുന്നോട്ട് വന്ന് പറഞ്ഞു, ലെറ്റ് മീ ട്രൈ ഇറ്റ്. എന്നെ അത് ട്രൈ ചെയ്യാൻ ശ്രമിക്കാൻ എന്നെ അനുവദിച്ചാലും. ഹർ സിസ്റ്റേഴ്സ് ലോഫ്ഡ് അറ്റ് ഹർ. അപ്പോൾ അവളുടെ സഹോദരിമാർ അവളിലേക്ക് നോക്കി ചിരിച്ചു. ക്ലിയർ ഔട്ട് ഓഫ് ഹിയർ. ഇവിടെ നിന്ന് പുറത്തു പോകൂ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറി നിൽക്കൂ. ഹൗ ഡ യു കം ഹിയർ ഇൻ ദീസ് ഡേർട്ടി റാക്സ്. ഈ കീറിപ്പറിഞ്ഞ വസ്ത്രത്തിൽ ഇവിടെ വരാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? യു അഗ്ലി ക്രിയേച്ചർ. വൃത്തികെട്ട ജന്തു. ദേ സെഡ്. അവർ പറഞ്ഞു. But the prince asked her to try the shoe. I have seen you somewhere, but I cannot remember where, he said. Cinderella put her left foot into the shoe and it fitted her perfectly. Everybody was astonished. She then pulled out the other shoe from her pocket and put it on her right foot. Just then the fairy appeared and touched her with her magic wand. In a moment, her rags changed into clothes of silk and gold. The prince danced with joy and cried, "This is the right bride. The shoes are fit for her. She is the right bride after all." He said to Cinderella, "You are the most beautiful girl in the country. I will make you my bride." But the prince asked her to try the shoe. പക്ഷേ സഹോദരിമാർ അവളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാലും നമ്മുടെ രാജകുമാരൻ സിൻഡ്രല്ലയോട് ആ ഷൂവ് ഇട്ട് നോക്കാൻ പറഞ്ഞു. ഐ ഹാവ് സീൻ യു സംവെയർ. ഞാൻ നിന്നെ എവിടെയോ കണ്ടിട്ടുണ്ട്. ബട്ട് ഐ കാനോട്ട് റിമെമ്പർ വെർ. പക്ഷേ എവിടെയാണെന്ന് എനിക്ക് ഓർമ്മ വരുന്നില്ല. ഹി സെഡ്. രാജകുമാരൻ പറഞ്ഞു. സിൻഡ്രല്ല പുട്ട് ഹർ ലെഫ്റ്റ് ഫുട്ട് ഇൻ ടു ദ ഷൂ. സിൻഡ്രല്ല അവളുടെ ഇടത്തെ കാൽ ഷൂവിലേക്ക് ഇട്ടു. ആൻഡ് ഇറ്റ് ഫിറ്റഡ് ഹർ പെർഫെക്റ്റ്ലി. അത് വളരെ പെർഫെക്റ്റ് ആയിട്ട് വളരെ നല്ല രീതിയിൽ കയറിപ്പോയി. എവരിബഡി വാസ് അസ്റ്റോണിഷ്ഡ്. എല്ലാവരും ആശ്ചര്യപ്പെട്ടു. ഷീ ദെൻ പുൾഡ് ഔട്ട് ദ അതർ ഷൂ ഫ്രം ഹർ പോക്കറ്റ്. അപ്പോൾ നമ്മുടെ സിൻഡ്രല്ല അവളുടെ പോക്കറ്റിൽ നിന്നും അടുത്ത ഗ്ലാസ് ഷൂ പുറത്തെടുത്തു. ആൻഡ് പുട്ട് ഓൺ ഹർ റൈറ്റ് ഫുട്ട്. അത് അവളുടെ വലത്തെ കാലിൽ ധരിച്ചു. ജസ്റ്റ് ദെൻ ദ ഫെയറി അപ്പിയർഡ്. അപ്പോൾ നമ്മുടെ മാലാക പ്രത്യക്ഷപ്പെട്ടു. ആൻഡ് ടച്ച്ഡ് ഹെർ വിത്ത് ഹെർ മാജിക് വാൻഡ്. അവിടെ ആ മാജിക് വാൻഡുമായി ആ മാന്ത്രിക വടി കൊണ്ട് അവളെ തൊട്ടു. ഇൻ എ മൊമെൻറ്റ് ഹെർ റാഗ്സ് ചേഞ്ച്ഡ് ഇൻ ടു ക്ലോത്ത്സ് ഓഫ് സിൽക്ക് ആൻഡ് ഗോൾഡ്. ആ നിമിഷം അവളുടെ ആ കീറിപ്പറിഞ്ഞ വസ്ത്രങ്ങൾ അത് സ്വർണത്താലും പട്ടിനാലുമുള്ളതായി മാറി. The prince danced with joy and cried. നമ്മുടെ രാജകുമാരൻ വളരെ സന്തോഷവാനായി നൃത്തം ചെയ്തു. എന്നിട്ട് ഉറക്കനെ പറഞ്ഞു,
ദിസ് ഈസ് ദ റൈറ്റ് ബ്രൈഡ്, ഇതാണ് യഥാർത്ഥ വധു. ദ ഷൂസ് ആർ ഫിറ്റ് ഫോർ ഹർ, ഈ ചെരുപ്പുകൾ, ഈ ഷൂകൾ അവൾക്ക് വളരെ പാകമാണ്. ഷീ ഈസ് ദ റൈറ്റ് ബ്രൈഡ് ആഫ്റ്റർ ഓൾ, എല്ലാത്തിനുമുപരി ഇവളാണ് യഥാർത്ഥ വധു. ഹി സെഡ് ടു സിൻഡ്രല്ല, രാജകുമാരൻ സിൻഡ്രല്ലയോട് പറഞ്ഞു, യു ആർ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഗേൾ ഇൻ ദ കൺട്രി, നീയാണ് ഈ രാജ്യത്തെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടി. ഐ വിൽ മേക്ക് യു മൈ ബ്രൈഡ്, ഞാൻ നിന്നെ എൻ്റെ വധുവാക്കും. ദ പ്രിൻസ് മാരീഡ് ആൻഡ് ടുക്ക് ഹർ ടു ദ പാലസ്, നമ്മുടെ രാജകുമാരൻ സിൻഡ്രല്ലയെ വിവാഹം കഴിക്കുകയും രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. സിൻഡ്രല്ല പേർഡൺ ഹർ സിസ്റ്റേഴ്സ്, സിൻഡ്രല്ല തൻ്റെ സഹോദരിമാരോട് ക്ഷമിച്ചു. പേർഡൺ എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക. ആൻഡ് ടുക്ക് ദം ടു ദ പാലസ്, അവരെയും രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. ദേ ലിവ്ഡ് ദർ ഹാപ്പിലി ദർ ആഫ്റ്റർ, അതിനുശേഷം എല്ലാവരും സന്തോഷത്തോടെ ജീവിച്ചു. ഇവിടെ 13ാമത്തെ ചോദ്യം, ദ 13th question, pick out the sentences which show that the stepmother and her daughters were greedy and overambitious. നമ്മുടെ ഈ കഥയിൽ സിൻഡ്രല്ലയുടെ സഹോദരിമാരും അവരുടെ സ്റ്റെപ്പ് മദർ രണ്ടാനമ്മയും അവർ അത്യാഗ്രഹികളും അതിമോഹികളുമാണെന്ന് കാണിക്കുന്ന സെൻറ്റൻസുകൾ എടുത്തെഴുതാനാണ് പറയുന്നത്. ഏതൊക്കെയാണ് സെൻറ്റൻസ്? 2 സെൻറ്റൻസ് ഞാൻ പറഞ്ഞുതരാം, ബാക്കി നിങ്ങൾ കണ്ടെത്തുക. കട്ട് ദ ടോ ഓഫ്, ഫോർ വെൻ യു ആർ എ ക്വീൻ യു വിൽ നെവർ ഹാവ് ടു ഗോ ഓൺ ഫോട്ട്. ഒന്നാമത്തേതാണ് അല്ലേ, അതായത് നീ നിൻ്റെ കാൽവിരലുകൾ മുറിച്ച് കളയുക, നീ ഒരു രാജകുമാരിയാണ് ആകുമ്പോൾ നിനക്ക് ഒരിക്കലും കാൽനടയായി നടക്കേണ്ടി വരില്ല എന്നുള്ളത്. രണ്ടാമത്തേത്, സോ ദ ഗേൾ കട്ട് ഓഫ് ഹെർ ടോ സ്ക്വീസ്ഡ് ഹെർ ഫുട്ട് ഇൻ ടു ദ ഷൂ. അങ്ങനെ ആ പെൺകുട്ടി അവളുടെ കാൽവിരലുകൾ മുറിച്ചു, അവളുടെ കാൽ ഷൂവിലേക്ക് കുത്തിക്കയറ്റി അല്ലേ. അങ്ങനെ ഈ 2 ഉദാഹരണം. ഇനി അടുത്ത 2 ഉദാഹരണം നിങ്ങൾ കണ്ടെത്തണം. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സിൻഡ്രല്ല പാർഡൺഡ് ഹെർ സിസ്റ്റേഴ്സ് ആൻഡ് ടുക്ക് ദം ടു ദ പാലസ്. സിൻഡ്രല്ല തൻ്റെ സഹോദരിമാരോട് ക്ഷമിക്കുകയും അവരെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. വാട്ട് ക്വാളിറ്റി ഓഫ് സിൻഡ്രല്ല ഈസ് റിവീൽഡ് ഹിയർ. ഇവിടെ ഏത് തരം ഗുണമാണ് ഇവിടെ സിൻഡ്രല്ല പ്രകടിപ്പിച്ചത്? എന്തായിരിക്കും? സിൻഡ്രല്ല ഈസ് സിമ്പത്തറ്റിക് ആൻഡ് ഫോർഗിവിങ് അല്ലേ. അതായത് സിൻഡ്രല്ല വളരെ അനുകമ്പ സ്വഭാവവും വളരെ ക്ഷമാശീലവും അല്ലെങ്കിൽ മാപ്പ് നൽകുക എന്ന സ്വഭാവമാണ് ഇവിടെ പ്രകടിപ്പിച്ചത് അല്ലേ. ഓക്കെ, ഇത്രയുമാണ് നമുക്കിന്ന് എടുക്കാനുള്ളത്. നമ്മുടെ സിൻഡ്രല്ല എന്ന് പറയുന്ന ഈ കഥ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് ആക്ടിവിറ്റികളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.